വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് നമ്മൾ ഒരിക്കൽ കൂടി പോകുന്നു. സംസ്ഥാനത്ത് വീണ്ടും നിപ സ്ഥിരീകരിച്ചിരിക്കുന്നു. മലപ്പുറം ജില്ലയിൽ മരിച്ച 24-കാരന് നിപ സ്ഥിരീകരിച്ചിരിക്കുന്നു. ഈ വിദ്യാർത്ഥി ബംഗളൂരുവിൽ നിന്ന് എത്തിയതാണ്. സംശയമുണ്ടായിരുന്നു, പനിയെ തുടർന്ന് ചികിത്സ തേടിയതാണ്. മസ്തിഷ്ക ജ്വരം എന്ന തരത്തിലേക്ക് സംശയം. അതിനുശേഷം പിന്നീട് അത് നിപ എന്ന തരത്തിലേക്ക് ഔദ്യോഗിക സ്ഥിരീകരണം കൂടി പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വരികയാണ്. അല്പസമയം മുൻപാണ് ആരോഗ്യമന്ത്രി നിപ്പയുണ്ട്, നിപ്പ ബാധ മൂലമാണ് മരണം എന്നത് സ്ഥിരീകരിച്ചത്. അലക്സ് റാം മുഹമ്മദിലേക്ക് ഒരിക്കൽ കൂടി. അലക്സ്, ഇത് ഒരു ചെറിയ ഇടവേളയ്ക്കിടയിലാണ് വീണ്ടും മലപ്പുറത്ത് തന്നെ ഈ തരത്തിലേക്ക് നിപ്പ ബാധ ഉണ്ടാകുന്നതും മരണം സംഭവിക്കുന്നതും. അതിലേത് തരത്തിലേക്കാണ് ആരോഗ്യവകുപ്പ് അതിനെ ഗൗരവത്തിൽ കാണുന്നത്? അതിൻ്റെ ഉറവിടം കണ്ടെത്തുക എന്നൊക്കെയുള്ളതും വളരെ പ്രധാനമാണ്. അതിൽ കഴിഞ്ഞ മരണത്തിലെ ഉറവിടം കൃത്യമായി കണ്ടെത്താൻ കഴിഞ്ഞു. ഇതിന് മുൻപൊക്കെയുള്ള നിപ്പ ബാധയിൽ നമുക്കറിയാം അതിൻ്റെ ഉറവിടം ഏത് എന്നുള്ളതിലേക്കൊക്കെ ഒരു കൃത്യമായ ഇതിലേക്ക് എത്താൻ കഴിഞ്ഞിരുന്നില്ല, അവ്യക്തതകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ തരത്തിൽ എങ്ങനെയാണ് അത് ആരോഗ്യവകുപ്പ് കൈകാര്യം ചെയ്യുന്നത്? അനുജ, ഈ കേസിലും അത്തരത്തിലുള്ള അവ്യക്തത നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം മലപ്പുറം ജില്ലയിൽ തന്നെ നേരത്തെ 2 മാസം മുമ്പാണ് 14 വയസ്സുകാരൻ നിപ്പ ബാധ മൂലം മരിച്ചത്. മലപ്പുറത്തിന് അങ്ങനെ ഒരു ഹിസ്റ്ററി ഉണ്ട് എന്നുള്ളതാണ് ആരോഗ്യവകുപ്പിനെ ഈ സംശയം ദൂരീകരിക്കാൻ പ്രേരിപ്പിച്ച പ്രധാനപ്പെട്ട കാര്യം പോലും അത് തന്നെയാണ്. ഈ യുവാവ് വന്നത് ഓഗസ്റ്റ് 22-നാണ് ബാംഗ്ലൂരിൽ നിന്ന്. ഇദ്ദേഹം മലപ്പുറം വണ്ടൂർ നടുവത്ത് സ്വദേശിയാണ്. ഇദ്ദേഹം 24 വയസ്സാണ്. ഇദ്ദേഹം വിദ്യാർത്ഥിയാണ് ബാംഗ്ലൂരിൽ. ഇദ്ദേഹം അവിടെ നിന്ന് വന്നതിന് ശേഷം അദ്ദേഹത്തിന് പനിയുടെ ലക്ഷണങ്ങൾ കാണിക്കുന്നു. ഇദ്ദേഹം സെപ്റ്റംബർ 4 ബുധനാഴ്ച ഇദ്ദേഹം വണ്ടൂർ തന്നെയുള്ള സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടുന്നു. അതുകഴിഞ്ഞ് പനി മൂർച്ഛിച്ചതിനെ തുടർന്ന് വീണ്ടും 4ഓളം സ്വകാര്യ ആശുപത്രികൾ അദ്ദേഹം ചികിത്സ തേടി. അത് കഴിഞ്ഞാണ് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തുന്നത്. അവിടെയാണ് അദ്ദേഹം മരിച്ചത്. തിങ്കളാഴ്ചയാണ് ഈ മരണമുണ്ടായത്. ഇതിൽ പൂർണ്ണമായി നിപ്പയുടെ ലക്ഷണങ്ങൾ കാണിച്ചിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിപ്പയുടെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് 4 മുതൽ 14 ദിവസമാണ്. റെയർ കേസുകളിൽ അത് 45 ദിവസം വരെ അത് നീണ്ടുപോയേക്കാം. പക്ഷേ 2 ആഴ്ചക്കുള്ളിൽ തന്നെ നിപ്പ ലക്ഷണങ്ങൾ കാണിച്ചേക്കാം. അങ്ങനെയാണെങ്കിൽ ഓഗസ്റ്റ് 22-ന് എത്തിയ യുവാവ് മറ്റെവിടെങ്കിലും പോയിട്ടുണ്ടോ, ഈ നിപ്പ ബാധ ഉണ്ടാകാൻ ഉള്ള മറ്റെന്തെങ്കിലും സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ എന്ന് കണ്ടെത്തുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഈ ഘട്ടത്തിൽ നിലനിൽക്കുന്നത്. ഇപ്പോഴും ആരോഗ്യവകുപ്പ് ഈ ഉറവിടം, സോഴ്സ് ഏതാണെന്ന് കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് മാത്രമല്ല, വിപിൻ സി വിജയനിലേക്ക് ഒരിക്കൽ കൂടി. വിപിൻ, ഇപ്പോൾ ഇതിൽ ഉറവിടം കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം. അത് പക്ഷേ പലപ്പോഴും കഴിയാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ പുതിയ കേസിനെ കുറിച്ച് എന്താണ് ആരോഗ്യവകുപ്പ് അവിടെ നിന്ന് വ്യക്തമാക്കുന്നത്? മറ്റൊന്ന്, ഇപ്പോൾ മാസ്ക് നിർബന്ധമാക്കിയിട്ടുണ്ട് പഞ്ചായത്തിൽ. ആ തരത്തിലേക്ക് എന്തൊക്കെ മുൻകരുതൽ നടപടികൾ? അതെ, തിരുവാലി പഞ്ചായത്തിലാണ് മാസ്ക് നിർബന്ധമാക്കിയിരിക്കുന്നത്. അത് ഈ ഒരു പോസിറ്റീവ് ആണ് എന്നുള്ള റിസൾട്ട് വരുന്നതിന് മുൻപ് തന്നെ അത്തരത്തിലുള്ളൊരു തീരുമാനം എടുക്കുകയും നടപ്പാക്കുകയും ചെയ്തിരുന്നു. മറ്റൊന്നുള്ളത്, ഇതിന്റെ ഉറവിടം കണ്ടെത്തുക എന്നുള്ളതാണ്. പക്ഷേ നിലവിൽ അതിലേക്ക് കടക്കുന്നതിന് മുൻപ് ഈ സമ്പർക്ക പട്ടിക പൂർണ്ണമാക്കുക, അതിന്റെ റൂട്ട് മാപ്പ് തയ്യാറാക്കുക എന്നുള്ളതിനാണ് പ്രഥമ പരിഗണന നൽകുന്നത്. കാരണം നിലവിൽ തന്നെ 3 പേർക്ക് ഈ രോഗലക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിപ രോഗലക്ഷണം ഉണ്ടാവുകയും അതിൽ 2 പേരെ ഇപ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് അയക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇവരുടെ സാമ്പിളുകൾ പരിശോധിക്കും. ഈ സാമ്പിളുകൾ കൂടി നിപ പരിശോധനയ്ക്ക് വിധേയമാക്കും എന്നുള്ളതാണ്. അപ്പോൾ കൂടുതൽ പേർക്ക് രോഗലക്ഷണങ്ങൾ ഉണ്ടോ എന്നുള്ളത് കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനാണ് കൂടുതൽ പരിഗണനയും ഇപ്പോൾ ആരോഗ്യവകുപ്പ് നൽകുന്നത്. അതിന്റെ ഭാഗമായി എല്ലാ വാർഡുകൾ കേന്ദ്രീകരിച്ചും എല്ലാ വീടുകളിലും എന്നോണം കയറി പനി ബാധിതരുടെ എണ്ണം എടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കടമ്പ. നാളെ രാവിലെ മുതൽ തന്നെ ഇങ്ങനെ കുടുംബശ്രീയുടെ ഉൾപ്പെടെ സഹായത്തോടെ ആരോഗ്യവകുപ്പിന്റെ കൂടി ഉൾപ്പെടുത്തി ഓരോ വീടുകളിലും കയറി പനി ബാധിച്ച ആളുകളുടെ എണ്ണം എടുക്കുക. അങ്ങനെ പനി ബാധിച്ച ആളുകൾ ഉണ്ടെങ്കിൽ അവരെ ഈ ഒരു നിരീക്ഷണത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ആദ്യമായി എടുക്കുന്ന ഒരു കാര്യം. കാരണം ഈ ചെമ്പ്രശ്ശേരിയിൽ ഒരു 12 വയസ്സുകാരനെ നിപ ബാധിച്ച സമയത്ത് എടുത്ത ഒരു പ്രോട്ടോകോൾ പ്രകാരം എടുത്ത ഒരു നടപടി അത്തരത്തിലുള്ളതായിരുന്നു. അത് വളരെ ഫലപ്രദം എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് തിരിച്ചറിഞ്ഞിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെയും ഓരോ വീടുകളിലും കയറി പനി ബാധിതരുടെ എണ്ണം എടുക്കാനുള്ള തീരുമാനം. ഇപ്പോഴുള്ള ഈ 151 പേരിൽ 3 പേർക്ക് ഇതിനോടകം തന്നെ രോഗലക്ഷണങ്ങൾ കാണിച്ചതുകൊണ്ട് തന്നെ കൂടുതൽ പേർ നിരീക്ഷണത്തിലേക്ക് വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഒപ്പം മറ്റേതെങ്കിലും സ്ഥലങ്ങളിലേക്കാണ് പോയിരിക്കുന്നത്, കൂട്ടുകാരുടെ കൂടെ ടൂർ. കാരണം 22-ാം തീയതി വന്ന ഒരാൾ എന്ന് പറയുമ്പോൾ കുറച്ചധിക ദിവസം തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ സംസ്ഥാനത്ത് വീണ്ടും നിപ അത് മലപ്പുറത്ത് തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ആശങ്കയായത്. കഴിഞ്ഞ ദിവസമാണ് മരണമടഞ്ഞ വിദ്യാർത്ഥി 24-കാരൻ ബംഗളൂരുവിൽ നിന്നെത്തിയ വിദ്യാർത്ഥിക്ക് നിപ ബാധിച്ചാണ് മരണമെന്നത് അല്പസമയം മുമ്പ് സ്ഥിരീകരിച്ചത്. 151 പേർ സമ്പർക്ക പട്ടികയിലുണ്ട്. 5 പേർക്ക് രോഗലക്ഷണമുണ്ട്. അവരുടെ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ജാഗ്രതാ നിർദ്ദേശമുണ്ട്, മുൻകരുതൽ നടപടികളുണ്ട്. മാസ്ക് ഉൾപ്പെടെയുള്ളത് പഞ്ചായത്തിൽ നിർബന്ധമാക്കി. തിരുവാലി പഞ്ചായത്തിൽ